അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ചലഞ്ച് നമ്മളെ ചാനലിൽ നമ്മൾ ഇതുവരെയും ചെയ്യാത്തൊരു ചലഞ്ചുമായിട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി നിങ്ങളും പറയുന്നത് നമ്മൾ മൂന്നുപേരുടെ ചലഞ്ച് ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. കൊച്ചു, എന്താണ് ചലഞ്ചിന്റെ പേര്? പറയൂ, എന്താണ് ചലഞ്ചിന്റെ പേര്? എന്താണ് ചലഞ്ചിന്റെ പേര് പറയൂ. നിങ്ങളുടെ തമിഴിനെ കണ്ടു കാണും. ബ്ലൈൻഡ്, ഡഫ്, മ്യൂട്ട് ഗൈസ്. അതായത് ഒരാള് കാണത്തില്ല, ഒരാൾക്ക് കേൾക്കത്തില്ല. സംസാരിക്കാത്ത ആള് വേണ്ടേ? എനിക്ക് കാണത്തില്ല, എനിക്ക് കേൾക്കത്തില്ല. അപ്പം അതാണ് ഗൈസ് ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ഇങ്ങനെ കേൾക്കാതെ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടത് ബാക്കി രണ്ടുപേരുമാണ്. അപ്പൊ അത് എങ്ങനെ സാധിക്കും? അതായത് കൊച്ചുവിന് കാണത്തില്ല, എനിക്കാണെങ്കിൽ ചെവി കേൾക്കത്തില്ല, മൃദുലേക്ക് സംസാരിക്കാനും പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനാണ് കുക്ക് ചെയ്യേണ്ടത്. അതാ, അത് നിങ്ങൾ വേണം പറഞ്ഞുതരാൻ. എനിക്ക് കൈ പൊള്ളാൻ പോവാണെങ്കിൽ അതാ പൊള്ളട്ടെ എന്ന് വിചാരിക്കോ? പറയാൻ പറ്റത്തില്ലല്ലേ. ഇതൊക്കെയാണ് കൊച്ചു വെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്ന? നമ്മൾ ആദ്യം നമുക്ക് പൊറോട്ട അടിക്കാം. പൊറോട്ടയും ചിക്കൻ കറി, കേരളത്തിന്റെ ദേശീയ ഭക്ഷണം. അതെ, അത് പറഞ്ഞൂടാ. അതല്ലേ കണ്ണ് കാണാമെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അമ്മതേ കാഴ്ച അവിടെ ഓഡിയൻസ് ആയിട്ട്. അമ്മ എന്ത് തോന്നുന്നു? അമ്മയ്ക്ക് എന്താണ് ഈ ചലഞ്ചിനെ പറ്റി പറയാനുള്ളത്? ആവത്തുമില്ല. കണ്ണ് കാണാതെ കൊച്ചുവിന്റെ പൊറോട്ട അടി ഫാനിന്റെ മണ്ടയിൽ വരെ പോകുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോവാം. ഇത് എന്താവും എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചലഞ്ച്. അപ്പം കൊച്ചുവിനെ ഞാൻ എന്റെ ബ്ലൈൻഡ് ആക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഒളിപ്പിച്ച് വെച്ചൊക്കെ കണ്ണാടി ഊരി വെക്കൂ, താങ്കളുടെ കണ്ണാടി. അപ്പൊ ഗൈസ്, കൊച്ചു ബ്ലൈൻഡ് ആയിരിക്കുകയാണ്. ഒന്നും അറിയത്തില്ല. അതാണ് വേണ്ടത് നമുക്ക്. പിന്നെ അറിഞ്ഞാൽ പിന്നെ എന്തൊരു പാട്ട് വെക്കാൻ വേണ്ടി പോവാണ് ഫുൾ സൗണ്ടിൽ. ടെസ്റ്റ് ചെയ്തൊന്നും തന്നെ അത്ര വിശ്വാസമില്ല. ടെസ്റ്റ് ചെയ്തു, ഒന്നും കേൾക്കത്തില്ല ഞാൻ പറയുന്നത്. അച്ഛന്റെ പേരെന്തുവാ? കല്യാണരാമൻ. അപ്പൊ നമ്മളിത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. എനിക്കൊരു പുണ്ണാക്കും കേൾക്കത്തില്ല കേട്ടോ. കൊച്ചു ഇവിടെ ബ്ലൈൻഡ് ആക്കിയിട്ടുണ്ട്, മൃദുല മ്യൂട്ട് ആയിട്ടുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചലഞ്ച് ഗൈസ്. എനിക്ക് പൊറോട്ട അടിക്കാൻ അറിഞ്ഞുകൂടാ കേട്ടോ. പൊറോട്ട അടി മാവ് അവിടെ. ഓ, നീ പതുക്കെ പറഞ്ഞാൽ മതി, എനിക്ക് ചെവി കേൾക്കാം. സീരിയസ് ആയിട്ട് ഇതിന് എത്ര അളവ് വേണ്ടതെന്ന് എനിക്ക്. ബൗള് താഴെ, തൊട്ട് താഴെ ഉണ്ട്. ഇടാ, കറക്റ്റ് ആണോ? ആ, കറക്റ്റാ. ഞാൻ പറയുന്നത് ഇവന് കേൾക്കാവോ? തൊട്ട് താഴെയാ. തൊട്ട് താഴെയോ? ആ, മതിയോ? അങ്ങിട്ടോ, അത് മൊത്തം ഇട്ടോ. എടാ, ഇവ ഞാൻ പറയുന്നതിന് റിപ്ലൈ പറഞ്ഞു. എനിക്ക് ചെവിയാക്കോടാ. ഇല്ലടാ. എടാ, ഇല്ല. ഞാൻ പറയുന്ന റിപ്ലൈ പറഞ്ഞു. ഇത് വലിയ ബീറ്റുള്ള പാട്ടല്ല. അപ്പൊ എനിക്ക് ലിപ്സ് അടക്കം എനിക്ക് മനസ്സിലാവോടാ. പതുക്കെ പറ. നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. മുട്ട പൊട്ടിച്ചിടണം ഇതിനകത്ത്. ആ പിച്ചാത്തി എടുത്ത് കയ്യിലോട്ട് കൊടു, ഇടത്തെ കൈ കൊടു. ഇത് താഴെയാണോ ഇരിക്കുന്ന? താഴെ താഴെ താഴെ. പൊട്ടീര്, കൈ പൊട്ടല്. ആ, ഒഴി. ആ, ഡൺ. മുട്ട പൊട്ടി. അന്നേരം മേലോട്ട് നോക്കുന്ന ഉപ്പിടണം. ഉപ്പിടണം. ഉപ്പിടാം. അത്ര ഉപ്പിട്ടില്ല, തോന്നിയത്. ആ, മതി. ഇതെന്തരാ? വെള്ളമാണോ? ആ, ഒഴി. മതി. കൊളക്കട്ടയാടാ. തോനെയായാ പറയണ്ടേ? അതെ, എവിടെ മൈദ ദോശയായ കുഴപ്പമുണ്ടോ? എവിടെ മൈദ ദോശയായ പോച്ചയല്ല, ദോശ. എടാ, ദോശ, മൈദ ദോശ. പൊറോട്ട അടിക്കണം, ഇതിനകത്ത് അടിക്കണം, മണ്ടലടിക്കണം. എടാ, ഇത് പൊടി ഇടുമ്പോ കുറച്ചും കൂടി സോഫ്റ്റ് ആവും. ആ, അത് തന്നെ. പൊടി വേണോ? ഇനി വേണോ പൊടി തീർന്നാ? നീ എന്തിനാണ് പൊട്ട അത്രയും വെള്ളം ഒഴിച്ചത്? എനിക്ക് കാണാമോടാ. വെള്ളം ഒഴിക്കണ്ട. ഇനി ഓളിയം ഭയങ്കര സൗണ്ട്. കൊറ. ഞാൻ സംസാരിക്കാൻ ഭയങ്കര സൗണ്ട് കൂടുതലാണോ? നോക്കേ, ഇപ്പം പറയുന്ന കറക്റ്റ് വോയിസ് ആണോ? ഗുഡാണ്. അതെ, ഇതിൽ ഇപ്പോഴും വെള്ളം കൂടുതലാന്ന് തോന്നുന്നല്ലേ? നിന്റെ പാട്ട് എനിക്ക് ഇനി കേക്കാം. സൂപ്പർ പാട്ട്. എടാ പൊട്ടാടാ, ആയാടാ.
വല്ലോ നടക്കോ? നടക്കും. പറയുന്ന കറക്റ്റ് സൗണ്ട് ആണോ? ആ കറക്റ്റാ. ഇത് കൂട്ടണോ? വേണ്ട വേണ്ട. ഞാൻ പറയുന്നു ഇവന് കേക്കാവോ? ഞാൻ പറയണ നിനക്ക് കേക്കാവോ? ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമോന്നാണ് ഇപ്പൊ ചോദിച്ചാ. ലിപ്സ് എനക്ക് അറിയാം. അറിയാവോ? ഞാൻ പറയണ നിനക്ക് കേക്കാവോടാ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഒരു കാര്യം മറ്റേടത്തെ പരിപാടി ഇത് കാണിക്കല്ലെന്നാ പറഞ്ഞത് കേട്ടോ. അവ എന്നെ ചീത്ത കളിച്ചായിരുന്നില്ലേ? എന്തിരുത്ത് ഞാൻ എന്തിനാ പറഞ്ഞിട്ട് ഇപ്പം തെറി വിളിച്ച് പട്ടിന്നാ വിളിച്ചാ? ഇപ്പൊ മനസ്സിലാവത്തില്ലല്ലേ? മുമ്പേ കലക്കും. ഉണ്ടാക്കി തരാം നിനക്ക് ഉണ്ടാക്കി തരാം. പാട്ട കേക്കുന്ന നിനക്ക് കാണത്തില്ല ഞാനും ബ്രദറിന്റെ സ്റ്റെപ്പ് ഏതാന്ന്? ഏതാ ഇതല്ലേ? പാട്ട് എനിക്ക് ചെറുതായിട്ട് കേക്കടാ. ഇത് ഗോതമ്പും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പൊറോട്ടയാണ്. അതെ. ഈ എണ്ണ എന്നെടുത്ത് തൂക്കണം. അറിയാമോ പൊറോട്ട അടിക്കാൻ? ഇല്ല. കണ്ണ് കാണാമെങ്കിലും അറിഞ്ഞൂടാ. എങ്ങനെയും അടി എണ്ണ വെച്ച് മയോ ആക്കണം ആദ്യം. ഇവൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കയ്യില് പുരട്ടണം ആദ്യം. അത് പുരട്ടാം. എണ്ണ വെച്ച് തൂക്കണം. ഒരെണ്ണം തരട്ടെ ചെള്ളക്ക്. ഇങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ബ്ലൈൻഡ് ആയിട്ട് ഒരാൾ പൊറോട്ട അടിക്കുന്നത്. ഇല്ലേ ഞാനായിരിക്കും ആദ്യമേ? ആണേ കിലുക്ക്. അതെ അതെ ഞാൻ സുന്ദരനാണോ? ആണെങ്കിൽ കിലുക്ക്. നമ്മളെ ഹോട്ടലിന്റെ ഫ്രണ്ടിലൊക്കെ കാണത്തില്ല അതേപോലെ അടി. നമ്മളെ ഇവിടെ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴേ എണ്ണ അത് മതി. ആ മാവ് എടുത്തപ്പോ വെള്ള കളറായിരുന്നു. എന്റെ കയ്യിൽ അഴുക്ക് മൊത്തമായത് മഞ്ഞ കളറായി. കറക്റ്റ് ആയാ? അടിക്കട്ടെ? അടിക്കണ്ടേ? രണ്ടടി അടി നോക്കാം. എന്തിനാ അത്? എവിടെ ഇതിന്റെ പകുതി ഉള്ളടാ ബാക്കി ഉള്ളടാ? അയ്യോ ഇത് ഇനി ഇങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ ഇങ്ങനെ കണ്ട അടിക്കണ്ടേ? പരത്തി ദോഷങ്ങളൊക്കെ വെച്ചാൽ മതി. ചുട്ടെടുക്കാം എന്നിട്ട് അടിക്കാം. ഞാൻ ചവിട്ടി. എടാ എനിക്ക് നീ കറക്റ്റ് എവിടെ നിൽക്കുന്നത് എനിക്കറിയാം. നീ കണ്ണിന് മാത്രം പ്രശ്നമുള്ളതല്ല. അടിച്ചില്ല പട്ടി. അതിലൂടെ ഫ്രണ്ട് വേണം. വലത്തോട്ട് വേണം പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വന്നടിയടാ. ഇവിടെ ഉണ്ട് പട്ടി. കറക്റ്റ് ഷേപ്പ് ആകുമ്പോ പറയണേ. നിലവിലെ സാഹചര്യം അനുസരിച്ച് പൊറോട്ട അടിക്കാൻ അത്ര വശമില്ലാത്തതുകൊണ്ട് കണ്ണ് കാണാത്തതുകൊണ്ട് എനിക്ക് തീരെ ഞാൻ ഒന്ന് പറയട്ടെ, തീരെ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മൈദ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. ഓക്കെ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. നമ്മൾ ആകെ കാണിച്ച് ആദ്യരാത്രിക്കൊക്കെ ഈ കണ്ണ് കെട്ടി ബ്ലൈൻഡ് ചലഞ്ച് ചെയ്യണല്ലേ? നിന്റെ കല്യാണത്തിന് എടുക്കായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നമ്മളെ കല്യാണത്തിന് അങ്ങനെ ചെയ്താൽ മതി കേട്ടാ. നിന്റെ കല്യാണത്തിന് നമുക്ക് ചലഞ്ച് ചെയ്യാം. ആദ്യരാത്രി അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യൂലേ? പിന്നെ കണ്ണ് കാണുന്നത് കാണാത്തതൊക്കെ കണക്കല്ലേ? പറഞ്ഞു മനസ്സിലായിക്കോളൂ. കട്ടിലിന് മണ്ടല്ല പൊട്ടായി. അവര് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് കാര്യമില്ല. ലൈറ്റ് ഓഫ് ചെയ്യും. കത്തിക്കാമോ? ഒറ്റയ്ക്ക് അറിയാമോ? ഇല്ല, ഒന്ന് കത്തിച്ചേരാമോ? കൈ വേവ്. തീ വെച്ചിട്ടുള്ള കളിയാണ്. എല്ലാരും സൂക്ഷിച്ചു കണ്ടു നിൽക്കുക. അവിടല്ലോ ചട്ട് കൊടുത്തോയി. ചട്ടുകല്ല ചട്ടി എടുത്തോയി. അല്ല, പാത്രം പോയി. ഇവന് കേക്കാവോ? നിനക്ക് മൂന്നാമത് വേറെ എവിടെയെങ്കിലും ഒരു ചെവി ഉണ്ടോടാ നിനക്ക്? ചട്ടി അടി വേണേ. എടാ അവളെ കയ്യിലിട്ട് വെച്ച് തരുവാ. എടുത്ത് അതിനകത്തോട്ട് ഇട്ടാ മതി. ഇവിടെയാണോ? ഇട്ടോ. ഓക്കെ. അത് വേണ്ട. ഭാര്യയും ഭർത്താവിടെ നോട്ടിനെസ് കാണിക്കാനാണെങ്കിൽ ഇപ്പൊ ചട്ടുവത്തിന് ഇപ്പൊ അറ കയറും. എവിടെടാ? കേറിയാ തിരിച്ചിട്. തിരിച്ച് അവിടെ തന്നെ ഇട്.
വീണ എനിക്ക് പാട്ട് കേൾക്കാം. എന്റെ കൈയൊക്കെ പിടിച്ച് അടിച്ചാണ് വെക്കണ. നിങ്ങൾ പറഞ്ഞു തന്നത് ഞാൻ ചെയ്യാം. കേറിയാ തിരിച്ചിട്. ആ ഓക്കെ ഓക്കെ. പ്ലേറ്റ് എവിടെ? പ്ലേറ്റ് എവിടെ? ലെഫ്റ്റ് 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 ഇട്. അവിടെ ഇട്. എറ 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 അത് തറ വീണോ? ആ എറ. ആ അവിടുന്ന് ഇട്. അവിടുന്ന് പ്ലേറ്റ് കണ്ടുപിടിച്ച് കറക്റ്റ് പ്ലേറ്റ് ഇട്ടാണ്. പ്ലേറ്റ് എവിടെ? എനിക്ക് പ്ലേറ്റ് തപ്പി നോക്ക്. ഇനി ഇവിടെ അറിയാം, ഇവിടുന്ന് ഞാൻ മാറ്റത്തില്ല പ്ലേറ്റ്. ഇവിടെ തന്നെ അടുത്തത് വീഴണം, ഇല്ലെങ്കിൽ കാരണം അടിച്ചാൽ പൊട്ടിക്കും. നീ അടിച്ചു നോക്കിയാ. അടിയടാ അടിയടാ അടി. നീ നേരെ അടി. അടിയടാ അടിയടാ പട്ടി ഐതമാന്റെ അടിച്ച് ഇപ്പൊ കൊറേ നേരം കേറ കേട്ടല്ലോ. എടാ ഒത്തിയെ പല്ലേലും തേരണം കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയല്ല ബ്രോ. നീ ഇത്ര ക്ലോസ് വരുമ്പോ എനിക്ക് മനസ്സിലാവും, കാരണം ആ സ്മെല്ല് അടിച്ചിട്ട് എനിക്ക് മനസ്സിലാവും. മൃദുല വിയർത്ത് ഭയങ്കരമായിട്ട്. നീ ജോലി ചെയ്യുന്നില്ലല്ലേ? എന്റെ പൊന്നു ഭാവയില്ല, ഞാൻ തുടച്ചരാൻ പാ. അയ്യോ, ഒരു പൊന്നുവാവയും കുണുവാവയും ഉണ്ട്. വയ്യപ്പ അത് കാരണം ഒന്നുമില്ല. കരിയുന്നടാ. എടുത്ത് കറക്റ്റ് പ്ലേറ്റ് ഇട്. ഓ കൈ കൈ ആ പറഞ്ഞാ എനിക്ക് കറക്റ്റ് പ്ലേറ്റ് ഇട്. കറക്റ്റ് പ്ലേറ്റ് ഇട്. കറക്റ്റ് പ്ലേറ്റ് ഇട്. എടാ നേരത്തെ ഞാൻ എവിടെ കാണിച്ചു തന്നെ? ആ അവിടെ ഇട്ടോ. അവിടെ അല്ല, പ്ലേറ്റ് നൊപ്പി നോക്ക്. ആ ഗുഡ് ബോയ്. ചൂടി കല്ല് ഭയങ്കര നീ ഒരു മൊണ്ണയവൻ. എവനെ ഒന്നിനും കൊള്ളത്തില്ല. അവനെ ഇങ്ങനെ ഒരു കഴുത, ഒരു ചപ്പാത്തി തിരിച്ചിട്ട് അറിയത്തില്ല മൊണ്ണയ്ക്ക്. ഇവ ഏത് കാര്യത്തിന്റെ വായിലോട്ട് വെച്ചാൽ കടലും ഉണ്ടായിരുന്നില്ലെങ്കിൽ നീ എന്താ കാണിക്കുന്ന? തിരിച്ചിടണ്ടേ? നീ വാറോ ചൂടോടെ നിന്റെ വായിലോട്ട് വെച്ചരാം. കൊണ്ടുപോകണ ചപ്പാത്തി ആരെങ്കിലും അടിക്കൂ? ചപ്പാത്തി പൊറോട്ടെ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പാട്ടി ഇവന് കേൾക്കാൻ തോന്നി. ഇവന് കേട്ടോ. ഇവന് കേൾക്കാൻ പോടാ. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ട് ചിലത് ലിപ്സ് വെച്ച് മനസ്സിലാക്കാം. കൊറേ നേരം എന്നാലും ഇങ്ങനെ മനസ്സിലാവൂ. അഭിനയിക്കുവാന്ന് തോന്നുന്നു കേട്ടല്ലോ. അടിക്കട്ടെ പറയണേ. പാട്ട് വരട്ടെ, പാട്ട് വരട്ടെ, പാട്ട് വരട്ടെ. നീ അവളെ നോക്കാൻ. ഞാൻ നോക്കിട്ട് കാര്യമില്ല. നീ പിന്നെ ചെറുത പറയുന്ന അടി 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 അടി. എടാ അങ്ങോട്ട് നിൽക്ക് കഴുതേ. അതിനടി അടി അടി. നടക്കോട്ടിക്ക്. എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. പിന്നെ എന്റെ പൊറോട്ട അത് ഈ ചപ്പാത്തി ഉണ്ടാക്കിട്ട് ആരെങ്കിലും ഇങ്ങനെ അടിക്കുവോ? മതി മതി. ആ പ്ലേറ്റ് എടുത്തോട്ട്. പ്ലേറ്റ് മയമായെന്ന് തോന്നുന്നു കേട്ടോ. ഹേ ഗായ്സ്, അപ്പൊ അടുത്ത നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പൊറോട്ട ഉണ്ടാക്കാൻ ശ്രമിച്ച്, പക്ഷെ അത് ചപ്പാത്തി ആയി മാറി ഗൈസ് ലാസ്റ്റ്. എന്നാലും കുഴപ്പമില്ല. ചപ്പാത്തിയും ചിക്കനും ബെസ്റ്റ് കോംബോ അല്ലേ? ചിക്കൻ കറിയാണ്. അതെ അതെ, ചിക്കൻ കറിയാണ് എടുത്ത് ഉണ്ടാക്കാൻ പോണത്. ഇതിന്റെ ഇഞ്ചും അളവൊക്കെ എനിക്കറിയാം. നല്ല സ്ലൈസ് ആവട്ടെ. ഇനി സ്ലൈസ് ആക്കി എന്റെ വിരൽ അതിനകത്ത് എടുക്കും. എടാ പോടാ അവിടുന്ന്. അവൻ നേരത്തെ പറഞ്ഞ എന്നെ ചിത്രിച്ചാ ഈ വണ്ണാത്തിയെ കൊണ്ട് തോന്നി. വലിയ സവാളയാ. അതിന്റെ കണ്ണ് കണ്ടുവിടേന്. അല്ലോ സോറി, കണ്ണുട. അടുത്ത് എന്താ ചെയ്യണമെന്ന് അറിയോ? നിന്നെ വെട്ടണം ഇത് വെച്ച്. മിണ്ടായിരിക്കടാ അവിടെ. എന്നെ വെട്ടണമെന്നാ അവള് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് എനിക്ക്. ഒന്നുമില്ല. അവൾ എനിക്കേ ആംഗ്യത്തിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. എടാ അവൾ അവിടെ എനിക്ക് ആംഗ്യത്തിൽ പൊട്ടാ മനസ്സിലായടാ എനിക്ക്. കൊണ്ട് കുറച്ചു നേരം എന്റെ ചെവി പൊട്ടണ്. അടുത്ത തക്കാളിയാണേ. ഇറങ്ങി പോവാൻ പോയി. എനിക്ക് വയ്യ, ഞാൻ പോയി.
എടാ പോവല്ലേ. നീ ഇച്ചിരി ഒന്നാമത് എനിക്ക് തലവേദന എടുത്തിരിക്കുവോ. സംസാരിക്കുന്ന ലൗഡായി പോന്നാ. ഞാൻ പെതുക്കെ സംസാരിക്കുന്നേ, എനിക്ക് അറിയാൻ വയ്യാത്ത. സോറി. ഇനി ഞാൻ ശ്രദ്ധിക്കാം. ഇനി ഞാൻ മാറി സംസാരിക്കാം. നീ നിക്കറിട്ടായിരുന്ന? ഒന്നുമില്ല. അരിഞ്ഞില്ലേ? നല്ലോണം അരിഞ്ഞില്ലേ? ഓ, ഈ ലൗഡ് സ്പീക്കറിനൊന്ന് കൊടുത്തിട്ട് പോകുന്നു. എടാ അതിനകത്ത് വാരിയിട്. കറക്റ്റാണോ? ഇട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. എടാ ഇതിന് ഉപ്പുണ്ടോ നോക്കിയേ. കടി എടാ പൊടാ, അത് മുളവാ കേട്ടോ. അറിഞ്ഞാ പറ്റിച്ചു തരും കേട്ടല്ലേ. അവന്റെ ഒരു ഫണ്ണുമായിട്ട് രാത്രി. അതൊക്കെ അറിയാന്. അത്രയും വേണ്ട, ശകലം മതി. ഇവിടെ തന്നെ ഇട്ടോ. അത്രയല്ലേ. ഓക്കെ, ഇനി ഉപ്പ് തട്ട്. മതി. ഓക്കെ. എനിക്ക് ഇവിടെ ചൊറിഞ്ഞ മുതു. ഞാൻ പറയണ ഇവന് കേക്ക. ഞാൻ തിരിഞ്ഞു നല്ലി പറഞ്ഞ. അപ്പം പറഞ്ഞു തന്നെ എനിക്ക് പറഞ്ഞത്. അത് തന്നെ. ഒറ്റ അപ്പിനെല്ലാം കിട്ടും. കറക്റ്റ് ആയിരിക്കണം. ചിക്കൻ. ഇട്ടോ. ഗുഡ് ബോയ്. നീ മൊണ്ണനാണെങ്കിലുണ്ടല്ലേ, അറിയാൻ കേട്ടോ കാര്യങ്ങളൊക്കെ. എന്റെ മതി. എവിടെ ചിക്കൻ എണീറ്റ് ഓടി. അന്നാ പോയി പിടിച്ചോണ്ടോ. ചിക്കൻ ഇറങ്ങിട്ടോ. 90s കോമഡി ആയിട്ട് വന്നേക്കുന്നത്. വെള്ളം അടിക്കാനോ? ഒരു ഗ്ലാസ് വെച്ചറോട് എടുത്തിട്ട്. സുഖമുണ്ടെന്നോ അവന്? എവിടെ സുഖമുണ്ടെന്നോ അവന്? കോമഡി കൊള്ളായിരുന്നു അന്ന കിലുക്ക്. അവന് എവിടാ സുഖമുണ്ടെന്നില്ലേ? മതി. എവിടെ വെള്ളം? മണ്ണാത്തി ഇത്തി മിണ്ടാരിയടാ, ഉണ്ടാക്കട്ടടാ. വെള്ളം എടുത്ത് ഒഴി. കുക്കറിനകത്തോട്ട് ഒഴി. മൊത്തം ഒഴിക്കരുത്. ഞാൻ പറയുമ്പോ സ്റ്റോപ്പ് ചെയ്യണം. ഇല്ല, ഞാൻ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് എന്ന് പറയുമ്പോ സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായ? ഓ, എനിക്ക് ചെവി കേൾക്കാം. എടാ പൊട്ട, നീ ആണ്ടാ പൊട്ട. എനിക്ക് ചെവി കേൾക്കാം. നീ പെതുക്കെ പറ. ഒഴി. മതി. എടാ ഞാൻ എന്റെ കൈയിട്ട് തന്നെ ഇത്ര നേരം ഇളക്കിക്കൊണ്ടിരുന്ന. പിന്നെന്തിന് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഇച്ചീച്ചി വന്നേ? അടുപ്പത്തേക്ക്. മതി. ഇത് ഇപ്പൊ എങ്ങനെ ഇടുന്ന? ഇതെനിക്ക് കാണാമെങ്കിലും ഇടാ അറിഞ്ഞൂടാ. 20 മിനിറ്റ് മതിയാ? ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കൻ കറി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബാക്കി ഉപകരണങ്ങളെല്ലാം മാറ്റി ഇപ്പൊ കഴിച്ചു നോക്കുമല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് കുറെ നാളായി ഉണ്ടാക്കിയിട്ട്. ഞാനല്ലേ ഉണ്ടാക്കിയത്. എന്റെ ഇൻസ്ട്രക്ഷൻ നല്ലതല്ലായിരുന്നു. നിന്റെ എന്തൊരു സൗണ്ട് ആയിരുന്നു. ഇച്ചിരി പെതുക്കെ പറഞ്ഞൂടെ എനിക്ക്? ഇപ്പൊ ഓക്കെ. ഭയങ്കര സൗണ്ടായിരുന്നു. തുറക്കട്ടെ. ആയല്ലടാ ചിക്കൻ കറി. എന്താ ഗൈസ്, ഞാൻ കണ്ണടച്ച് വെച്ചതാ. ഇത് കഴിച്ചാ നിങ്ങൾ എല്ലാരും കണ്ണടിച്ചു. അതങ്ങനെ തിന്നു നോക്കിയില്ലേ അറിയാൻ പറ്റൂ. നമ്മൾ ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. ചപ്പാത്തി ഇവിടെ ഇട്ട് മൊത്തം അഴുക്കും അതിനകത്തുണ്ട്. അതാ, നമുക്ക് ഇത് മാത്രം തിന്നാം. ഇത് മാത്രം കഴിക്കാം. അത് വേണ്ട. അത് എന്തിനായെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് പൊറോട്ട അടിച്ച ചപ്പാത്തി കുഴപ്പമൊന്നുമില്ല. നമ്മളെ ആയിട്ടുള്ള കണ്ണ് കാണാതെ വെച്ച ചിക്കൻ കറി ഗൈസ്. ഇത് ചിക്കൻ്റെ സ്റ്റോക്ക്. അത് വെള്ളം ചിക്കൻ സ്റ്റോക്ക്. അത് ഞാൻ ഇങ്ങനെ വെച്ചത്. എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെ വരുള്ളൂ. രസം. ഇതിൽ ഒരുമാതിരി ഹോട്ടലിൽ നിന്ന് ഇട്ടത് ഫ്രീ കറി പോലെ ആയാലോടാ. വെള്ളം കൂടി പോയി. ഞാൻ എടാ, ഞാൻ കറക്റ്റിന് നിങ്ങളെ പറഞ്ഞ രീതിയിലാണ് ഞാൻ വെച്ചത് കേട്ടല്ലേ. 2 ബ്രെഡ് എടുത്തോണ്ട് വരും. തൊലിഞ്ഞ കറിയാണെങ്കിൽ അവൻ നുണഞ്ഞിറങ്ങുന്നതായി. നുണഞ്ഞിറങ്ങും. ഇത് കഴിക്കാൻ പറ്റുന്നില്ല. കണ്ടല്ലോ ഈ ഷേപ്പ് ഒക്കെ കണ്ടല്ലോ. ഇതെങ്ങനെ തിന്നാനാ? വയറ്റിളൊക്കെ പിടിക്കും. എനിക്ക് വേണ്ട ഈ ടേബിളിലെ മൊത്തം അഴുക്കാരത്തോട്ട്. എനിക്ക് വേണ്ടേ ഇത്. ബ്രെഡ് എടുത്തിട്ടാ. ബ്രെഡ് കൂട്ടി തിന്നു നോക്കാം. അഹങ്കാരം കാണിക്കുന്ന പ്രൈവറ്റ്. ഇത്രയും നേരം കാണിച്ചത് അഹങ്കാരം. ചില്ലി ചിക്കൻ്റെ ഒരു മതി ഗൈസ്. 100 ഫസ്റ്റ് നമ്മൾ കഴിച്ചു. അതിന് വേണ്ടിട്ടാണ് സീറ്റ് കിട്ടിയിരുന്നത്. ഞാൻ നിനക്ക് വിളമ്പി തരും. എനിക്കറിയാം ടേസ്റ്റി ആണെന്ന്. കുറച്ചുകൂടെ ഗ്രേവി ആയിരിക്കട്ടെ. വീണ്ടും ചോദിക്കരുത്. ഇല്ല, ഔട്ട് ആണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്തൊരു കുഴപ്പമില്ലേ? ഉപ്പൊക്കെ കറക്റ്റാണ്. ഉപ്പൊക്കെ കറക്റ്റാണോ? ഇപ്പൊ എല്ലാരും കണ്ടടിച്ചു പോകും. കൊള്ളാം.
കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. പിന്നെ ആ ഒരു കാണാൻ ഒരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. കാണാൻ ഒരു സാധനം ലുക്കില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കളി കാണാൻ ഒട്ടും ലുക്കില്ല കേട്ടോ. ഇത് കണ്ടാരും കഴിക്കില്ല. അത് കണ്ണടച്ചൻ കഴിച്ചാൽ മതി. കണ്ണടച്ചല്ലേ ഉണ്ടാക്കിയത്, അപ്പൊ കണ്ണടച്ചന്നെ നിന്നാൽ മതി. ബ്ലൈൻഡ് ഡഫ് മ്യൂട്ടാണ് നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കൻ കറി ആൻഡ് പൊറോട്ട അത് അവോയ്ഡ് ചെയ്യുക. ഇത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള ബൈ.